ആരാധനയ്ക്ക് യോഗ്യൻ യേശു. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. പാപവും ശാപവും ഒഴിഞ്ഞിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. രോഗവും ദുഃഖവും അകന്നിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. പാപവും ശാപവും ഒഴിഞ്ഞിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. രോഗവും ദുഃഖവും അകന്നിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. ആത്മാവിൽ ആരാധന, ദൈവസുതനായ ആരാധന. തോറ്റ് നിരാശയിലിരിക്കുന്നുണ്ട്. പരിശുദ്ധൻ പറയുന്നു, ഇന്ന് യേശുവിന്റെ കയ്യിൽ കേസ് ഏൽപ്പിക്കാമോ? നിന്റെ കുടുംബത്തിൽ ഇതാ അത്ഭുതം നടക്കാൻ പോകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് വിമല. എനിക്ക് 15 വർഷത്തിലേറെയായി രക്തത്തിൽ കൊളസ്ട്രോൾ അളവ് കൂടിയത് കാരണം വളരെയധികം ഞാൻ ഭാരപ്പെട്ടിരുന്നു. നെഞ്ചിടിപ്പ്, തലചുറ്റൽ, അതുപോലെയുള്ള പലവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടു. എന്നിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അലോപ്പതിയാണ് ചെയ്തത്. അതായിട്ട് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം പിന്നെയും പലവിധ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പറ്റാതെ പിന്നെ ആയുർവേദം കഴിച്ചു. ആയുർവേദത്തിൽ കഴിക്കുമ്പോൾ എനിക്ക് പ്രഷർ കുറയാൻ തുടങ്ങി. അങ്ങനെ അത് നിർത്തി. അവസാനം ഹോമിയോയിൽ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതും രോഗം കുറഞ്ഞില്ല. ഈ മരുന്നുകളെല്ലാം കഴിച്ചാലും രോഗം മാറില്ല. ആഹാരം കഴിക്കാൻ പറ്റില്ല. രോഗിയായി തന്നെ തുടരണം, മരുന്നും കഴിക്കണം. അപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നത് കൊളസ്ട്രോളൊക്കെ മരണം വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരവസ്ഥയിൽ എനിക്ക് ഷുഗറും കൂടെ വരാനിടയായി. വളരെയധികം ഷുഗർ കൂടി. അപ്പോൾ കൊളസ്ട്രോൾ 200-ന് താഴെ വേണ്ടടുത്ത് എനിക്ക് ഏതാണ്ട് 400-ഓളം ഉണ്ടായിരുന്നു. അതുപോലെ ഷുഗർ ആഹാരത്തിന് മുമ്പ് 100-ന് താഴെ ആയിരിക്കണം. എനിക്ക് 145 ഉണ്ടായിരുന്നു. അതുപോലെ ആഹാരത്തിന് ശേഷം 125 വേണ്ടടുത്ത് 200-ലധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരവസ്ഥയിലാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്ക് വഴിയൊരുക്കിയത്. അങ്ങനെ ഇവിടെ വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എല്ലാ മാസവും കൃത്യമായിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം ഞാൻ പാസ്റ്ററോട് ഈ വിഷയം പറഞ്ഞു. ഞാനിങ്ങനെ കൊളസ്ട്രോളും ഷുഗറുമായിട്ട് വളരെയധികം ഭാരപ്പെടുകയാണെന്ന്. ഉടനെ തന്നെ പാസ്റ്റർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് തന്നു. ആ വെള്ളം കുടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ പോയി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ദൈവം എനിക്ക് ഭയങ്കര അത്ഭുതം ചെയ്തതായി ആ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും വളരെയധികം കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പം അത് ഞാൻ ഉടനെ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു, പാസ്റ്ററേയും വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു സംശയം, ഇത് ശരിക്കും മാറിയതാണോ? ഇപ്പം ലാബിലൊക്കെ ഇങ്ങനെ റിസൾട്ടുകൾ മാറിപ്പോകുന്ന പതിവുണ്ട്. അവരെങ്ങനെയെങ്കിലും തെറ്റായിട്ടൊക്കെ പരിശോധിച്ച് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള എനിക്ക് സംശയം. എന്ന് വെച്ചാൽ ഇത്രയും 15 വർഷത്തിലധികം എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയാതിരുന്ന ഈ കൊളസ്ട്രോൾ എങ്ങനെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ഒരു കൊച്ചുകുട്ടികളുടേതുപോലത്തെ റിസൾട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സംശയം കൊണ്ട് വീണ്ടും അടുത്ത മാസം ഒന്നുകൂടെ ഞാൻ ആരോടും പറയാതെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാൻ നല്ല മധുരമുള്ള മാമ്പഴവും രാവിലെ നല്ല മധുരമുള്ള പഴമൊക്കെ കഴിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ അത്ഭുതം, അപ്പോഴും കഴിഞ്ഞ മാസം ചെക്ക് ചെയ്ത പോലെ തന്നെ വളരെ നോർമൽ, വളരെയധികം കുറഞ്ഞ അളവിലായിരുന്നു കൊളസ്ട്രോൾ. കരങ്ങളടിച്ച് യേശു ഇത് അത്ഭുതത്തിന് ഹല്ലേലൂയ. നന്ദി പറയാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശു ഇന്നും ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തരുന്ന ഈ നല്ല സാഹചര്യത്തിന് നന്ദി പറയുന്നു. ഈ കേൾക്കുന്ന വചനത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചിന്താവിഷയമായിട്ട് ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 1-ാം വാക്യം,
മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു ഒരു ഉപമ അവരോട് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും ഉപമകളാൽ സംസാരിക്കാനിടയായി. കാരണം ജനത്തിന് കൂടുതൽ മനസ്സിലാകേണ്ടതിന്, കാര്യങ്ങളുടെ ആഴം അവർക്ക് മനസ്സിലാകേണ്ടതിന് കർത്താവ് അവർ ജനത്തെ പഠിപ്പിക്കുമായിരുന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് യേശു ചെയ്ത ഒരു കാര്യവും ആമേൻ ഒരു ലക്ഷ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പദ്ധതിയില്ലാത്ത കാര്യങ്ങളായിരുന്നില്ല. കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഓരോ പദ്ധതികളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാൻ പറ്റും. ആമേൻ, സ്തോത്രം. ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അവിടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. കർത്താവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു രീതി അവിടെയുണ്ട്. കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഈ കൂടി വന്നിരിക്കുന്ന ജനം, ആമേൻ, സ്തോത്രം, അവൻ ചിലർ തിരിച്ചറിയേണ്ടതിന്, ഹല്ലേലൂയ, ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ച് ഇരിക്കുന്ന ലാസറിന്റെ കല്ലറയുടെ അടുക്കൽ ചെന്ന് കല്ലിനെ ഉരുട്ടി മാറ്റാൻ കൽപ്പിച്ച് കല്ലിനെ ഉരുട്ടി മാറ്റിയിട്ട് ലാസറെ പുറത്തു വരിക എന്ന് യേശു കൽപ്പിക്കാനിടയായി. ആ കൽപ്പനയ്ക്ക് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഈ ചുറ്റും കൂടിയിരിക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന്, ദൈവം അയച്ച ദൈവത്തിന്റെ അഭിഷിക്തൻ, ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് വിശ്വസിക്കേണ്ടതിനാണ് യേശു ആ വലിയ അത്ഭുതം അവിടെ ചെയ്തത്. മറുഭാഗത്ത് തന്നെ ആശ്രയിച്ച ആ കുടുംബത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ കൂടിയാണ് എന്ന് ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല എങ്കിൽ നാം സ്തോത്രം നാശത്തിലേക്ക് പോകാനിടയാം. ഈ ലോകത്തിൽ നമുക്ക് പലതും ഉണ്ടായിരിക്കാം, പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാകാം, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, ബിസിനസ് പരമായി, ഭവനത്തിലൊക്കെ ദേശത്ത് മാന്യനായിരിക്കാം. പക്ഷെ എന്നാൽ വചനം പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. 16-ാം അധ്യായം പഠിക്കുമ്പോൾ മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഹല്ലേലൂയ. വചനം അങ്ങനെ പറയുന്നത്. അപ്പൊ ശിക്ഷാവിധിയിലേക്ക് നമ്മൾ പോയി നശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കയറി വരണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒന്നിനും രക്ഷിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആർക്കും സഹായിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ, നാഴികകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലും രക്ഷിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ആമേൻ, സ്തോത്രം. ഇവിടെ വചനം പറയുന്നത് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് പ്രതിസന്ധികളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യാക്കോബ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്താണ്? കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. സന്തോഷിക്കുന്നവർ അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയുടെ നടുവിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവിടെ രക്ഷിക്കാൻ കഴിയുന്നവൻ ദൈവമാണ്. ആമേൻ, സ്തോത്രം. മനുഷ്യനോ ലോകത്തിനോ സമ്പത്തിനോ ഒന്നും രക്ഷിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന യേശുവിലേക്ക് നമ്മൾ വിളിച്ചപേക്ഷിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, ദൈവത്തോടെ യഹോവയോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വചനത്തിൽ പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ച അനവധി വ്യക്തികളെ ഈ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവരെ കുറിച്ചുള്ള അനുഭവങ്ങൾ. ഇതൊന്നും അറിയാമോ? പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ വരും, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമുക്കവിടെ കാണുവാൻ ഇടയാകുന്നത്. സ്തോത്രം. ബൈബിളിൽ പ്രാർത്ഥിച്ച അനവധി പേരെ കാണാൻ പറ്റും. യേശുവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു പിതാവിനോട്. മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന സമയത്ത് അവൻ ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് വന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു കർത്താവ് യേശു. ഇങ്ങനെ പറയുന്നത്, രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. പകല് രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും സ്വർഗരാജ്യമുണ്ടെന്ന് പഠിപ്പിക്കാനും മരിച്ചാലും ഉയർപ്പെടുന്നത് പഠിപ്പിക്കാനും ഒക്കെ ആ മനുഷ്യന് മറഞ്ഞു കിടന്ന സ്തോത്രമല്ലേ ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത മറ്റൊരു അനുഗ്രഹത്തിന്റെയും പിന്നെ ആ നിത്യതയുടെയും അല്ലെ സ്വർഗീയാനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ആഴം പഠിപ്പിക്കുവാൻ കർത്താവ് സമയം വേർതിരിച്ചു. എന്നാൽ അതൊക്കെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കറിയാൻ കഴിയാത്ത പല മർമ്മങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അതിൻ്റെ ആഴങ്ങൾ അറിയത്തുള്ളൂ. ആ ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരാമെങ്കിൽ ആ കർത്താവ് നമുക്കറിയാത്ത ആഴങ്ങൾ വെളിപ്പെടുത്തി നടക്കേണ്ടുന്ന വഴിയിൽ അവൻ നമ്മളെ നടത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ്
അവൻ നമ്മെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുമെന്നാണ്. ഹല്ലേലൂയ. അനേകരുടെ വഴികൾ നാശത്തിലേക്ക് പോയി. അനേകർ പോയ വഴികൾ തകർച്ചയിലേക്കായിരുന്നു. ഉയർച്ചയ്ക്കെന്ന് പറഞ്ഞു പോയ പല വഴികളും നാശത്തിലേക്ക് കൊണ്ടുപോയി. തകർന്ന് ശൂന്യമായി, ജീവൻ ശൂന്യമായി കിടക്കുമ്പോൾ ആ ആഴത്തിൽ നിന്ന് നിന്നെ കയറ്റുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോട് യാചിക്കണം, പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 61 കടന്നു വരുമ്പോൾ ആ ഒരു വാക്യമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുക, ആഴത്തിൽ നിന്ന് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എന്നാണ്. പ്രാർത്ഥന ഒരു കരച്ചിലായി, ഒരു വിളിച്ചപേക്ഷയായി, കരച്ചിലോടുകൂടിയ ഒരു യാചനയായി അത് മാറുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് ദൈവം. ഹൃദയം നുറുങ്ങി നീ കരയുമ്പോൾ നിനക്ക് വേണ്ടപ്പെട്ടവർ നിന്നെ ശാസിക്കും. പ്രീസലോ, എന്തിനാ വെറുതെ കരയുന്നത്? കരയരുത്, ഇവിടെ കരച്ചിൽ കേൾക്കരുതെന്നൊക്കെ പറഞ്ഞൊരു പക്ഷെ നിന്നെ ശാസിക്കുന്നതുകൊണ്ട് നീ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകാം. എന്നാൽ വചനം പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് തന്നെ ദൂതനെ അയക്കും, അല്ലെങ്കിൽ കർത്താവ് തന്നെ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കണം, പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ അന്തരീക്ഷങ്ങളിലേക്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. അതുകൊണ്ടാണ് പലരും ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് സ്തോത്രം 1 ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യ അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്തോത്രം, ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയാണ്, കരച്ചിലോടെ പ്രാർത്ഥിക്കുക. അവൾക്കൊരു വിഷയമുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, അവൾക്ക് മക്കളില്ല. അനവധി പേർ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വചനം പറഞ്ഞു, മക്കൾ യഹോ നൽകുന്ന അവകാശമാണ്, ഉദരബലം യഹോ തരുന്ന പ്രതിഫലമാണ്. നമ്മുടെ കർത്താവ് അവൻ തലമുറകളെ തരുന്നവനാണ്. ഹല്ലേലൂയ. ഭർത്താവില്ലാഞ്ഞിട്ടല്ല തലമുറ ഇല്ലാതിരുന്നത്, ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ട്. ഈ തലമുറ ഇല്ലാത്തവളുടെ പേര് ഹന്ന എന്നാണെങ്കിൽ മറ്റൊരു ഭാര്യയുണ്ട്, അവളുടെ പേര് പെനീന എന്നാണ്. മക്കളുള്ളവർ മക്കളില്ലാത്തവളെ പരിഹസിക്കുക, ഉപദ്രവിക്കുക, നിന്ദിക്കുക. അതുകൊണ്ട് അവളുടെ വേദന വർദ്ധിക്കുക. നിന്ന കേട്ട് കുടുംബത്തിൽ, ദേശത്തില്, സമൂഹത്തില് പ്രിയമുള്ളവര് ചില പ്രത്യേക സാഹചര്യങ്ങൾ അകപ്പെട്ട് നീ നുറുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിന്ന കേട്ട് കാരണമുണ്ടായിട്ട് കാരണമില്ലാതെ ചെറിയ വിഷയത്തെ വലുതായിട്ട് പറഞ്ഞ് നിന്ന അനുഭവിക്കുന്നവർ പരിഹാരമില്ല. അത് മാറാൻ പലതും ചെയ്തു, വഴക്കുണ്ടാക്കി, തിരിച്ചടിക്കാൻ നോക്കി, പക്ഷെ ഫലമില്ല. എന്നാൽ നിന്നെ നിന്നയെ മാറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് സത്യവചനം വിളിച്ചു പറയുക. കർത്താവിലേക്ക് ആശ്രയിക്കാമോ? സാഹചര്യങ്ങളെ മാറ്റും, നിന്നയെ മാറ്റാൻ കഴിയുന്ന, നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു വലിയ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പറയുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പറ, യേശുവേ, അപ്പാ, യേശുവേ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട് ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ വഴി. ഇന്ന് നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ മാനിക്കുക മാത്രമല്ല, സ്തോത്രം, നിന്ദിച്ചവരെ സഹായിക്കാൻ തക്കവണ്ണം നിന്റെ കരത്തെ നിറയ്ക്കാൻ കഴിയുന്ന, നിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ആ കർത്താവ് യേശുവിലേക്ക് ഇന്നൊന്ന് കടന്നു വരാമോ? കർത്താവ് യേശു നിനക്ക് വേണ്ടി നിന്റെ അവസ്ഥ മാറ്റിക്കൊണ്ട് ആ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നോക്കണമേ, ഹന്ന നിന്ന സഹിച്ചു അല്ലേ? അനവധി മക്കളുള്ള തൻ്റെ സഹോദരിയായ പെനീന, തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ, സ്തോത്രം, തന്നെ നിന്ദിക്കുമ്പോൾ അവൾക്ക് മക്കളില്ല. ആരോട് പറയും? ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവിനോട് പറയണം അല്ലേ? ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ ഭർത്താവിനോട് പറയണം. കുടുംബബന്ധം കർത്താവ് തന്നതാ, അത് തകരാനുള്ള വിഷയമല്ല. കുടുംബബന്ധങ്ങളെ വിലയോടെ കാണണം. ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് പറഞ്ഞിട്ടാണ് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് വേണ്ടി, ആദമിന് വേണ്ടി ദൈവം തൻ്റെ വാരിയല്ല് ഒരു ഗാഢനിദ്ര വരുത്തി. അനസ്തേഷ കൊടുത്ത് ഡോക്ടർമാർ മയക്കും പോലെ അനസ്തേഷ കൊടുക്കാതെ ദൈവം തൻ്റെ ശക്തിയാൽ ഒരു ഗാഢനിദ്ര വരുത്തി. കണ്ടോ, ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും. ആ ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക്. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, എന്നിട്ട് ഒരു വാരിയല്ലെടുത്തു. ആദ്യത്തെ ഓപ്പറേഷൻ ദൈവമാണ് ചെയ്തത്. ഹല്ലേലൂയ. അതിനെ ഒരു സ്ത്രീയാക്കി മാറ്റി, മാംസം വെച്ച് പിടിപ്പിച്ച് അല്ലെ, ഈ വാരിയലിനെ അടിസ്ഥാനമാക്കി ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ഏകനായിരിക്കും നന്നല്ല എന്ന് പറഞ്ഞ് അവന് ഒരു ഭാര്യയെ കൊടുത്തു. ഭാര്യ ഭർത്തൃ ബന്ധം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. പെറ്റുപെരുകി വർദ്ധിക്കുവാനും പരസ്പരം ആശ്രയിക്കാനും എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് നീ കരയാതിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. വിശ്വസിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസലോ. കണ്ടോ, നീ ഏകനായിരുന്ന് കരയുന്ന നുറുങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം നിന്നെ സൃഷ്ടിച്ചത് ഈ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ ദാസനായ ദാവീദ് എന്ന് പറയുന്നൊരു ഭക്തന് രാജാവ്, അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? സങ്കീർത്തനത്തിൽ, അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ മെനഞ്ഞു വന്നാണ്. നമ്മുടെ ഉദരത്തിൽ തലമുറയെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്.
മക്കളില്ലാത്തവർക്ക് ദൈവം തലമുറയെ തരട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം, ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവ ഇടപെടൽ യേശു നിങ്ങളെ തൊടട്ടെ. ഇന്ന് മുതൽ നിങ്ങളുടെ മേൽ അത്ഭുതം സംഭവിക്കാൻ തുടങ്ങട്ടെ. തലമുറയുണ്ടാകട്ടെ നിങ്ങൾക്ക്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഏകനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചന വെളിപ്പാട് ഞാൻ പറയുക, നിന്റെ ഏകാന്തത മാറ്റുവാൻ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. ഈ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ചില വഴികൾ തുറന്നു വരട്ടെ. തക്കതുണ നീ ആഗ്രഹിച്ചതിന് ഉപരിയായ നന്മകൾ, അല്ലേ, ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ ആത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കഴിയുന്ന ആ ദൈവം നീ ആഗ്രഹിച്ചതിനേക്കാൾ നിനക്കൊരു നന്മ ഈ വിഷയങ്ങളിൽ തുറക്കാനായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടപെടലുണ്ട്, ശരീരത്തിന് ഇടപെടലുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരം നിന്റെ അവസ്ഥയെ മാറ്റുവാനിടയാണ്. നോക്കണമേ, ഏകനായിരിക്കുന്നത് അവൻ നന്നല്ല എന്ന് പറയുക. ഇവിടെ നോക്കണമേ, അവൾ ഏകയായി പോയി. ഭർത്താവുണ്ട്, പക്ഷേ അവൻ മക്കളില്ല. സ്വതന്ത്രം അല്ലേ? എപ്പോഴും കുഞ്ഞുങ്ങളെ ലാളിച്ച് അമ്മ പെരീനോട് കൂടെ സന്തോഷത്തിലായിരിക്കുന്ന ഭർത്താവിനെ അവൾക്ക് കാണാം. കാരണം താൻ എപ്പോഴും ഒറ്റപ്പെട്ട്. പക്ഷെ എന്നാൽ അതിനൊരു പരിഹാരം അവൾ കണ്ടുപിടിച്ചു. നീ അനുഭവിക്കുന്ന വിഷയത്തിൽ ഒരു പരിഹാരം നീ കാണണം. ഇത് പുലമ്പി ഇരുന്ന് വഴക്കുണ്ടാക്കി തകരാനല്ല. പെരീനയും ഹന്നയും തമ്മിൽ വിഷയത്തിൽ വഴക്കുണ്ടാക്കി തകരാൻ ഹന്നെ ആഗ്രഹിച്ചില്ല. ഹന്ന ഒരു കാര്യം കൊണ്ട്, തനിക്കൊരു ദൈവമുണ്ട്, ജീവനുള്ളൊരു ദൈവത്തെ താൻ സേവിക്കുന്നത്. ആ ദൈവത്തെ യഹോവയെ, ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ആ ദൈവത്തോട് പറയുവാൻ, അവളുടെ വിഷമം പറയുവാൻ അവൾ ആഗ്രഹിക്കാനിടയായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തളർന്ന് തകർന്ന് ഫൈറ്റ് ചെയ്ത് പോരാടി പ്രശ്നങ്ങളിലായി നിരാശപ്പെട്ട് പ്രാഗി ദൈവം തന്ന ഈ ജീവിതത്തെ അവസാനിപ്പിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നോ, വിട്ടുകൊടുക്കരുത്, തകരരുത്. ആ പെറുവെറുപ്പൊക്കെ വിടാം, ആ ഫൈറ്റിംഗ് വിടാം. എന്തിനാ വെറുതെ പോരാട്ടം? അതുകൊണ്ട് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കാരണം നമ്മുടെ നന്മകളെ തടയുന്നത് അയൽക്കാരോ ബന്ധുക്കളോ അല്ല. ഒരുപക്ഷെ അവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അവരൊരു പക്ഷെ നമുക്ക് ആ വിചാരം ചെയ്യുന്നുണ്ടായിരിക്കാം, ആയിക്കൊള്ളട്ടെ. പക്ഷേ നിങ്ങളുടെ നന്മയെ തടയുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ആർക്കും തുറക്കാൻ കഴിയാതെ ആർക്കും അടയ്ക്കാൻ കഴിയാതെ തുറക്കുന്നവനാ യേശു. യേശു പറഞ്ഞു, ആമേൻ സ്തോത്രം, ഞാൻ ആർക്കും തുറക്കാൻ കഴിയാതെ അടയ്ക്കുന്നവനാ. യേശുവിന്റെ വഴി തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അതിന്റെ അവസ്ഥയെ മാറ്റുവാൻ യേശു നിനക്ക് വേണ്ടി പറയുമ്പോൾ നീ വ്യാകുലപ്പെട്ടിരിക്കുന്ന ആകുലപ്പെട്ടിരുന്ന വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുത വഴി തുറക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും. ചെങ്കടല നടുവിലും വഴി തുറന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ യഹോവ യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് വഴി തുറക്കുമെന്ന് നിരാശപ്പെടരുത്, പുരാകരുത്. പക്ഷെ വഴി തുറക്കാൻ ഒറ്റ വഴി, യാചിക്കുന്ന ഏവന് ലഭിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. ഹന്ന ഒരു വഴി കണ്ടു. എന്നും പെനിനയോട് പിണങ്ങി ഭർത്താവിനോട് പുരാഗി പോയി ആമേ മരിക്കുകയല്ല, ആത്മഹത്യ ചെയ്യുകയല്ല, വീട് വിട്ട് പോകുകയല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ ആമേ സ്തോത്രം, എന്താ, അവളൊരു വഴി കണ്ടു. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി, പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചു. ആമേ സ്തോത്രം. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവൾ ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. ആ വചനഭാവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഭ്രാന്തിയെ പോലെ ഓടിയെന്ന്, അല്ലേ? കാരണം അവിടെ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് അവിടുത്തെ പുരോഹിതന്റെ പ്രതികരണം ആ രീതിയിലാവുന്നത്. നിന്റെ ലഹരി പിടിച്ചവളായിട്ടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മദ്യപിച്ച് ലക്കുകെട്ട് പറഞ്ഞൊരു സ്ത്രീയെ പോലെ അവളെ കുറിച്ച് പുരോഹിതൻ സംസാരിക്കുക. നിന്റെ ലഹരി അത് മാറട്ടെ എന്നൊക്കെ പറയുന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുക. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല, ഞാൻ എൻ്റെ വ്യസനം ദൈവത്തിനെ പകരുക, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നീ ഹൃദയ നുറുക്കത്തോടെ വേദനിക്കുന്ന, ഒരുപക്ഷെ പുറമെ പറയാൻ നുറുകുന്ന വിഷയങ്ങൾ കാണാം. രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, ഏത് വിഷയമായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്ദയായിരിക്കാം, നിങ്ങൾക്കെതിരെ ഒരുപാട് പ്രതികൂലങ്ങളായിരിക്കാം. എന്നൊരു മർമ്മം ഞാൻ എടുത്തു പറയാം. ഹന്ന കണ്ടെത്തിയ ആ വഴി നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. പ്രാർത്ഥന വഴി തുറന്നു കിടക്കുകയാണ്. യേശുവും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥന ദൈവത്തോട് ബന്ധപ്പെടാനുള്ള ഒരു മീഡിയയാണ് പ്രാർത്ഥന. ഈ നമ്മെ സകലത്തിലും അനുഗ്രഹിക്കാനും നിറയ്ക്കാനും സകല പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആ ഒരു മേഖലയാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന മറന്നവർ, പ്രാർത്ഥന വിട്ടുകളഞ്ഞവർ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞു. ഹന്ന അവൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് കരയാൻ തുടങ്ങി. നോക്കണമേ, സ്തോത്രം. എന്താ സംഭവിച്ചത്? പുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരട്ടെ. അടുത്ത വർഷമാകുന്നതിന് മുമ്പേ ഒരു നല്ല കുഞ്ഞിനെ
അവൻ ദൈവം അവരുടെ കരത്തിലോട്ട് കൊടുക്കാനിടയായി. അസാധ്യം ഒന്നുമില്ല നമ്മുടെ ദൈവത്തിന്. നിങ്ങൾ പ്രാർത്ഥിച്ച അടുത്ത വിഷയം, നടക്കത്തിൽ ചിന്തിച്ച വിഷയം, ഞാൻ പറയാം, അതിൽ ദൈവത്തിന് അത്ഭുതം ഉണ്ട്. ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ഔഷധമായ ആ ഉദരത്തിനകത്ത് ഒരു തലമുറയെ തരുവാൻ. പിണ്ടാകാരമായി ഇരുന്നപ്പോൾ മെടഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിന്റെ ഉദരത്തിനകത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ആണിപ്പഴുതുള്ള കരമൊന്ന് ചലിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ആണിപ്പഴുതുള്ള കരം നിന്റെ ഉദരത്തിൽ ഒന്ന് ചലിക്കാനിടയാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ശൂന്യതയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിൽ ഉന്നതനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു. ഹല്ലേലൂയ. അവൻ പ്രവൃത്തിയിൽ ഉന്നതനാണ്. ആരും പ്രവർത്തിക്കുന്നതിനപ്പുറമായി നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ഉദരത്തിനകത്ത് നീ ഭാരപ്പെടുന്ന ആ രോഗമുള്ള ഹാർട്ടിനകത്ത് ആ കരൾ വീക്കം കൊണ്ട് ഫ്ലൂയിഡ് എടുത്തുകൊണ്ടിരിക്കത്തക്ക നിലയിൽ പ്രത്യേക നഷ്ടപ്പെട്ട് ഇനി രക്ഷയില്ലെന്ന് പറയുന്ന ആ കരളിനകത്ത് ഹല്ലേലൂയ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ, സൗഖ്യദായകൻ, മരണത്തെ ജയിച്ചവൻ നമ്മുടെ കർത്താവ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയാകട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല വിടുതലുകൾ നിങ്ങൾ സംഭവിക്കട്ടെ. യേശുവിനെ സൗഖ്യമാക്കിയെന്ന് പറയുന്ന, ഇന്ന് യേശു ജീവിക്കുന്ന ലോകത്തിന് വിളിച്ചു പറയുന്ന, അല്ലേ, ജീവിക്കുന്നത് കൊണ്ടല്ലേ സൗഖ്യമാക്കുന്നത്, അതുകൊണ്ടല്ലേ അത്ഭുതം. അതുകൊണ്ട് ആ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ, യേശുവേ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിലോട്ട് നടക്കാൻ ഒരുക്കമാണോ? വിളിച്ചപേക്ഷിക്കുന്ന ഏവനും കൊടുക്കുവാൻ മഹാസമ്പന്നനായ ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിക്കുകയാണ്. ഹന്ന കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. പുരോഹിതൻ സംശയിച്ചു, മദ്യപിച്ച സ്ത്രീയാണെന്ന്. പക്ഷേ പിന്നത്തിൽ മനസ്സിലായി അവളൊരു വിശുദ്ധ സ്ത്രീയാണ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ദൈവം ഒരു തലമുറയെ കൊടുത്തു. ശമൂവേൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തില് ഏറ്റവും ശക്തനായ രാജാക്കന്മാരെ വാഴിച്ച സ്തോത്രം ശക്തനായ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ ദൈവം അവളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനിടയായി. ദൈവം സംസാരിക്കുന്നത് കേട്ട് രാജ്യത്ത് അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തനായ പ്രവാചകനെ അവളുടെ ഉദരത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. കണ്ടോ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവരോട് ഒരു ഉപമ പറയുകയാണ്. ഒരു ധനവാനായ ഒരു ന്യായാധിപൻ, ആ ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവയായ സ്ത്രീ പോയി. തനിക്കൊരു പ്രതിയോഗിയുണ്ട്, തന്നെ ഉപദ്രവിക്കുന്ന, തനിക്ക് പ്രശ്നമുണ്ടാക്കുന്ന, തന്നെ ഉയർച്ചയെ പ്രതികൂലമായിരിക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. ആ മനുഷ്യനോട് ഈ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവര് നിസ്സഹായായി പോകുകയാണ്. ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ ഇവരെ ഒതുക്കിക്കളയുന്ന ഒരു ശത്രുവുണ്ട് ഇവർക്ക്. ആ ശത്രുവിന്റെ തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ ഈ ന്യായാധിപന്റെ അടുക്കല് ഈ വിധവ എത്തുന്നത്. സാധു സ്ത്രീയ, ആരും സഹായിക്കാനില്ല, അല്ലേ? പ്രശ്നം വന്നാൽ അടിക്കാനും വഴക്കിനൊന്നും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അവർക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ആരുമില്ല. അത്രയ്ക്കും ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടോ. പലരും അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ആരും സഹായിക്കാനില്ല. ഇവരെ അടിച്ചാൽ ആര് ചോദിക്കാനാ? ഞങ്ങളെ അടിച്ചാൽ ആര് ചോദിക്കാൻ? ഞങ്ങളെ ചീത്ത വിളിച്ചാൽ ആര് പറയാനാ? അയ്യോ, ഞങ്ങളുടെ വസ്തുക്കൾ എടുത്തോണ്ട് പോകുകയാ, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക, ഞങ്ങൾക്ക് ആഭിചാരം ചെയ്യുക. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ആരുണ്ട്? അയ്യോ, വിലപിക്കുന്നുണ്ടോ? കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞൊരു വാക്ക്, അങ്ങനെ ആ വിധവ പോയി തന്റെ പ്രശ്നം ന്യായാധിപനോട് പറയാനിടയായി. ന്യായാധിപൻ അത് ഗവനിച്ചില്ല, അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ തുടർമാനം അവനോട് പറയുന്നത് കൊണ്ട് ഇനി വിധവ എന്റെ മുഖത്ത് നോക്കി ആട്ടുമെന്ന് പറഞ്ഞ് നോക്കണമേ, ആ വിധവയ്ക്ക് ആ പ്രതിക്രിയ നടത്തി ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ന്യായം നടപ്പിലാക്കി അവളെ വിടിവിക്കാനിടയായി. ഈ ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ലോകത്തിലെ ന്യായാധിപന്മാര് ഇങ്ങനെയാണെങ്കിൽ, അല്ലെ, സ്വത്രം. കർത്താവ് പറഞ്ഞു, രാവും പകലുമില്ലാതെ തന്നോട് നിലവിളിക്കുന്ന, തന്നോട് പ്രാർത്ഥിക്കുന്ന, യേശു പറഞ്ഞതാ, അല്ലേ, ആ ദൈവഭക്തന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ എത്ര അധികമായി പ്രവർത്തിക്കുമെന്ന്. അപ്പൊ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം നിശ്ചയമായിട്ടും പ്രവർത്തിക്കും. ഹല്ലേലൂയ. നീ തകർന്നു കിടക്കുന്ന വിഷയത്തിൽ നീ തകർന്നു പോകാനല്ല, കയറി വന്ന ദൈവമക്കളായി ദൈവത്തിലേക്ക് അടുത്ത് കർത്താൽ വിശ്വസിച്ച് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ നിന്റെ പാപമോചനത്തിന് രക്ഷയ്ക്കായി ഒഴുക്കി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവെ ജനങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ് ആ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവമക്കളായി നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ എല്ലാ പ്രതികൂലത്തിനും നടുവിലും ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യേശു അത്ഭുതം ചെയ്യും. അത് തെളിയിക്കാനാ ഈ ഉപമ അവിടെ പഠിപ്പിക്കാനുള്ളത്. യേശു പ്രാർത്ഥിക്കുന്നവരായിരുന്നു.
ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ യേശു നാമത്തിൽ യാചിക്കുന്ന ഏത് വിഷയത്തിലും സ്വർഗത്തിൽ നമുക്ക് മറുപടി വരുമെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. കരയാം. യേശുവേ എന്ന് വിളിക്കാം. അപ്പ എന്നെ സഹായിക്കും, എനിക്ക് ആരുമില്ല ഉള്ള അവസ്ഥയെ ദൈവത്തോട് പറയാം. കർത്താവ് നമ്മുടെ അവസ്ഥകളെ മാറ്റും. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നീ അതിൽ ഭാരപ്പെടുന്നു, ഏതിൽ നിരാശപ്പെട്ടിരിക്കുന്നു, ഏതിൽ നിനക്ക് മറുപടിയില്ല, നീ കരയുന്നു, ഏതിൽ നീ സഹായനായി പോകുന്നു, ഏതിൽ നീ തോറ്റ് തകർന്ന് കിടക്കുന്നു, അതേ വിഷയത്തിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ യേശു നിനക്ക് വേണ്ടി അത്ഭുതം, യേശുവിന്റെ കരം ചലിക്കും, യേശുവിന്റെ അഭിഷേകം നിനക്ക് ചലിക്കും, പരിശുദ്ധാത്മ നിനക്ക് വേണ്ടി ചലിക്കും, യേശു നിനക്ക് പരിഹാരം തരും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഞാൻ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം, പക്ഷെ പരിഹാരം കൊടുക്കണം. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അവരെ കൂടി നിൽക്കണം. കർത്താവ് ഭവനത്തിൽ ഇറങ്ങണം. അവിടെ കണ്ണുനീരിന്റെ മറുപടിയായി, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവരെന്നോട് ഇപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. വലിയ വിടുതൽ അവരെ കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കണം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ അല്പസമയം എന്നോട് കൂടെ ഇരുന്ന് നാം ഒരുമിച്ച് അരികടയായല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായി. ഗോഡ് ബ്ലസ് യു. ആമേൻ.